കേരളത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ സാഹചര്യമുണ്ട്. കേരളം ഒരുപാട് നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വന്ന് പുരോഗമനത്തിൻ്റെ അങ്ങേ അറ്റത്തെത്തി നിൽക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയൊക്കെ പറയുക. നമ്മുടെ നാട് ഈ കേരളത്തിൽ അമേരിക്കയേക്കാൾ മികച്ച റോഡുകളുള്ള സ്ഥലമാണ്, വിദ്യാഭ്യാസമുള്ള സ്ഥലമാണ്, ആരോഗ്യരംഗത്ത് വളരെ മികച്ച രീതിയിലാണ്, നമുക്ക് ജാതി ഭ്രാന്തികളില്ല, മതഭേദങ്ങളില്ല എന്നാണ് നമ്മൾ പൊതുവേ നമ്മളെപ്പറ്റി പറയാറ്. ചട്ടമ്പി സ്വാമികളെ പറ്റിയും ശ്രീനാരായണ ഗുരുവിനെ പറ്റിയും മുതൽ ഇങ്ങ് AKG കരുണാകരൻ മുതൽ ആരൊക്കെയുണ്ടോ മന്നത്ത് പത്മനാഭൻ വരെയുള്ള എല്ലാ ആളുകളെ പറ്റിയും നമ്മൾ സംസാരിക്കും. പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ ചോദിക്കുമ്പോൾ ഈ CPM ഇടതുപക്ഷം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും ഞങ്ങളുടെ ഇടപെടലാണ് കേരളത്തെ ഇങ്ങനെയാക്കി മാറ്റിയത്. പുന്നപ്ര വയലാർ സമരം മുതൽ തൊട്ടിങ്ങോട്ട് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ കാര്യം വരെ ഇവർ പറയും. പക്ഷേ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ സമയത്ത് CPM ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു വേറൊരു ഇതാണ്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഇന്നത്തെ ഒരവസ്ഥ, ഇന്നത്തെ പൊളിറ്റിക്സ്, ഇതിലെല്ലാം ഇടതുപക്ഷ മനസ്ഥിതി എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? അത് ഗുണകരമായിട്ടുണ്ടോ അതോ അത് നേരെ തിരിച്ചാണോ? അത് ഇനി പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്വഭാവം കമ്മ്യൂണിസ്റ്റ് തിയറി തന്നെ വിടക്കാക്കി തനിക്കാക്കുക എന്നുള്ളതാണ്. ഒരു സാധനത്ത് ആദ്യം കൊണ്ട് വിടക്കാക്കുക, ആ വിടക്കാക്കി തൻ്റെതായിട്ട് കൂടെ നിർത്തുക. അത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ റഷ്യ കാണിക്കാൻ കൊണ്ടുപോയി, ഒരുപാട് എഴുത്തുകാരെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അവരൊക്കെ അവിടെ റഷ്യ ചുറ്റിയടിച്ച് നടന്ന് കണ്ടു എന്നൊക്കെ നമ്മൾ പറയുന്നത്. റഷ്യയുടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള മുഖം അവർ കാണിച്ചു കൊടുത്തു. അത് സ്റ്റാലിൻ്റെ കാലം തുടങ്ങിയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുള്ള ഒരാളാണ് P. കേശവദേവ്. അദ്ദേഹം പിന്നെ തിരിച്ചു വന്നിട്ട് 1953 ഒരു പുസ്തകം എഴുതി, കമ്മ്യൂണിസ്റ്റ് വധയന്ത്രം എന്ന പുസ്തകത്തിൻ്റെ പേര്. അതായത് റഷ്യയിൽ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിരിക്കുന്ന ഭീകരപ്രവർത്തനത്തിൻ്റെ യഥാർത്ഥമായുള്ള ചിത്രം വെളിച്ചത്ത് കൊണ്ടുവരുന്നത് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരിക്കുന്ന P. കേശവദേവാണ്. നിങ്ങൾ വിക്കിപീഡിയയിലും തിരക്കിന്നിരിക്കട്ടെ, ആ പുസ്തകം നിങ്ങൾക്ക് കാണൂല. കാരണം കേരളത്തിൻ്റെ ഇടതുപക്ഷ മുഖത്തിൻ്റെ വലിയ ലക്ഷണമാണ് ശരിക്ക്. കേരളത്തിൻ്റെ ഏതെങ്കിലും സാഹിത്യകാരന്മാർ ഈ കമ്മ്യൂണിസ്റ്റ് വധയന്ത്രം എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് സംഘടിപ്പിച്ചെടുത്തിട്ടുള്ള എഴുത്തുകാരനുണ്ട്, മലബാറിൽ നിന്നുള്ള എഴുത്തുകാരൻ, മയ്യഴിപ്പുഴയുടെ തീരത്തിൽ കൂടി നടന്നിട്ട് അവാർഡ് സംഘടിപ്പിച്ച ആൾ. ടിയാൻ അടക്കി ഈ പുസ്തകം ഒന്ന് വായിച്ചിട്ടൊന്ന് പറയട്ടെ. അദ്ദേഹമാണല്ലോ പറഞ്ഞ് നമ്മൾ സർക്കാരിനെതിരായിട്ട് പറയാൻ പാടില്ല, സർക്കാരിൻ്റെ പക്ഷം ചേർന്ന് പറയണം, എന്നാൽ മാത്രമേ എനിക്ക് ഈ അവാർഡ് കിട്ടിയത് അതിൻ്റെ പേരിലാണ്, നിങ്ങൾക്ക് ഈ അവാർഡ് കിട്ടണമെങ്കിൽ അതനുസരിച്ചിട്ട് പറയണം എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ തന്നെ ഈ പറയുന്ന പുസ്തകങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് എത്തിക്കുന്നില്ല. നമുക്ക് കേരളത്തിൽ പലപ്പോഴും വേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുണ്ട്, അത് സത്യമാണ്. ഈ ഇടതുപക്ഷ മനസ്സെന്ന് പറഞ്ഞാൽ കാപട്യത്തിൻ്റെ മനസ്സാണ്. ഞാൻ ആ കാപട്യത്തിൻ്റെ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇടതുപക്ഷ മനസ്സ് ആർക്കൊക്കെ ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരന് സ്വാഭാവികമായിട്ടുണ്ട്, കോൺഗ്രസ്സുകാരന് ഇടതുപക്ഷ മനസ്സാണ്, ഒരു പരിധി ഒരു BJPക്കാർക്ക് ഇടതുപക്ഷ മനസ്സുണ്ട്. ഈ മനസ്സിൻ്റെയൊക്കെ നമ്മൾ സമരങ്ങൾ കണ്ടിട്ടുണ്ടാവും. മഹാത്മാഗാന്ധി സത്യാഗ്രഹം നടന്ന സമയത്ത് 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടതെന്ന്. 603 ദിവസം നിരന്തരമായിട്ടുള്ള സമരമാണ് നടത്തുക. അവർ വിഷയം ഏറ്റെടുത്താൽ അത് വിജയിപ്പിക്കുന്നവരേക്കും സമരം നടത്തുക. കണ്ടോത്ത് ഒരു പ്രദേശത്തുകൂടി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് AKG നടത്തിയത് 49 ദിവസത്തെ സമരമാണ്. ആ സമരത്തിൽ അദ്ദേഹം അവിടെ ആ സമരഭൂമിയിൽ നിന്നിട്ട് പോലീസ് അദ്ദേഹത്തെ കുതിര തല്ലുകയാണ്, എല്ലാ തല്ലും അദ്ദേഹം കൊള്ളുകയാണ്. ഈ തല്ല് കൊള്ളുന്ന സമയത്ത് അദ്ദേഹം ഓടിക്കളഞ്ഞില്ല, അദ്ദേഹം വാവിട്ട് കരഞ്ഞില്ല. അദ്ദേഹത്തിനോട് കേരളീയനുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രണ്ടുപേരും നിന്ന് തല്ലുകൊള്ളുകയായിരുന്നു. കാരണം അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. ആ സംഭവം നടക്കുന്നത് 1918 19 മറ്റാണ് നടക്കുന്നത്. അത്ര നേരത്തെയാണ്, വൈക്കം സത്യാഗ്രഹത്തിന് മുമ്പാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം കേരളത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. അത് ഗുരുദേവൻ്റെ പാരമ്പര്യമാണ്, ചട്ടമ്പി സ്വാമികളുടെ പാരമ്പര്യമാണ്, ശങ്കരാചാര്യരുടെ പാരമ്പര്യമാണ്, മന്നത്ത് പത്മനാഭൻ്റെ പാരമ്പര്യമാണ്, KP കറുപ്പൻ മാസ്റ്ററുടെ പാരമ്പര്യമാണ്, അതേപോലെ തന്നെ ഡോക്ടർ പൽപ്പുവിൻ്റെ പാരമ്പര്യമാണ്, അയ്യങ്കാളിയുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൽ ഇതൊക്കെ നടക്കും. മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആവിർഭാവം വളരെ രസകരമായിട്ടുള്ള സംഭവമാണ്. 1945 ഗ്രന്ഥശാലാ സംഘം ആരംഭിക്കുന്നത്. അത് അമ്പലപ്പുഴയിൽ കൂടിയിട്ടുള്ള യോഗത്തിൽ വെച്ചിട്ടാണ്, PK നാരായണപിള്ള മെമ്മോറിയൽ ലൈബ്രറിയിൽ വെച്ചിട്ടാണത് ആരംഭിക്കുന്നത്. PN പണിക്കർ സാർ അതിൻ്റെ തൊട്ടടുത്തുള്ള UP സ്കൂൾ അധ്യാപകനായിരുന്നു. അന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ വായനശാലകളും സംയോജിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ യോഗം വിളിച്ചുകൂട്ടി. ആ യോഗത്തിൽ 100 പേർക്ക് ക്ഷണപത്രം അയച്ചു. 44-45 പേര് പങ്കെടുത്തു. അത് ഉദ്ഘാടനം ചെയ്തത് സർ CP രാമസ്വാമി അയ്യരാണ്. ആ സമ്മേളനത്തിൽ ഗ്രന്ഥശാല സംഘത്തിൻ്റെ രൂപീകരണത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് താല്പര്യമുള്ളവർ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ട് സർക്കുലർ അയച്ചത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കാരണം സർ CP രാമസ്വാമി അയ്യർ പങ്കെടുക്കരുന്ന കാരണം പറഞ്ഞത്.
അങ്ങനെ ഗ്രന്ഥശാല സംഘത്തെ എതിർത്ത ആളുകൾ പിന്നെ പിൽക്കാലത്ത് അതിന് നേതൃത്വത്തിൽ വന്നിട്ടുള്ള PN പണിക്കർക്കെതിരായിട്ട് 100,000 ആരോപണങ്ങൾ ഉന്നയിച്ചു. 78 അദ്ദേഹത്തിന് മാറ്റിയതിന് ശേഷമാണ് സർക്കാർ അത് ഏറ്റെടുത്തത്. ആ സർക്കാർ ഏറ്റെടുത്തതിന് ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നത്. എന്നുവെച്ചാൽ ഇവിടത്തുള്ള സാക്ഷരത ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു പങ്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. വായനശാലകളുടെ വളർച്ചയിൽ ഒരു പങ്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. ഇവിടുത്തെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ ഒരു പങ്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. ഇല്ലെന്ന് മാത്രമല്ല, ഈ ഇടതുപക്ഷ പ്രസ്ഥാനം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോഷണ പ്രസ്ഥാനമാണ്. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ പുക്കാസ ഒരു മോഷ്ടിച്ച പ്രസ്ഥാനമല്ലേ? പുക്കാസയുടെ തുടക്കം എവിടെയാണ്? കാരൂർ നീലകണ്ഠൻ പിള്ളയാണ് അത് ആരംഭിക്കുന്നത്. അത് 44-ലാണോ 45-ലാണോ എന്ന് എൻ്റെ സംശയമുള്ളത്. അതിൻ്റെ മുഴുവൻ ആദ്യത്തെ പേര് പുരോഗമന പുരോഗമന സാഹിത്യ സംഘം എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ പേരിലാണ് ഇടക്കാലത്ത് ഒരു 60,000 രൂപ കൊടുത്തിട്ട് ഒരു സ്ഥലം വാങ്ങിച്ചു, ഇന്ത്യ പ്രസ് നാട്ടകത്ത്. ആ സ്ഥലത്താണ് ഇപ്പോൾ നാഷണൽ മ്യൂസിയം ആരംഭിച്ചിട്ടുണ്ട്. ആ മ്യൂസിയത്തിൽ എൻ്റെ മുമ്പിൽ കാരൂർ നീലകണ്ഠപിള്ളയുടെ ചിത്രം വച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാരൂർ നീലകണ്ഠപിള്ള ആരംഭിച്ച പ്രസ്ഥാനത്തെ അടിച്ചു മാറ്റിയിട്ട് അതിൻ്റെ കൂടെ കല കൂടി ചേർത്തപ്പോഴാണ് കേരളത്തിലെ പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനം ഉണ്ടായത്, പുക്കാസ ഉണ്ടായത്. അതിനകത്ത് ഒരു കായ് നേരത്തെ ഉണ്ടായിരുന്നില്ല, പൂസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പൂസയെ പുക്കാസയാക്കുന്ന ഒരു കുതന്ത്രമാണ് കേരളത്തിൽ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പറയുമ്പോഴാണെന്ന് പറയുക, വിദ്യാഭ്യാസത്തിൽ ഞങ്ങൾ ആനയാണ്. വിദ്യാഭ്യാസത്തിൽ എങ്ങനെയാണ് ആനയായത്? വിദ്യാഭ്യാസത്തിൽ 1957 EMS കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുന്ന കാലത്ത് കേരളം വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന 57-ലും 1-ാം സ്ഥാനത്താണ്. 57 അദ്ദേഹത്തിൻ്റെ ഭരണമാണ് വിദ്യാഭ്യാസ രംഗത്ത് പിന്നാക്കം കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ബില്ല് മുണ്ടശ്ശേരി മാഷും ഇവിടുത്തെ ക്രൈസ്തവ സഭയും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ബില്ലാണത്. നമുക്ക് ചിലപ്പോൾ തോന്നും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കൂടിയിട്ട് ഇപ്പോൾ മുണ്ടശ്ശേരി മാഷ് ഏറ്റെടുക്കുന്ന പറഞ്ഞത്. ഒരു തേങ്ങയിൽ ഉണ്ടായിരുന്നില്ല. മുണ്ടശ്ശേരി മാഷിൻ്റെ ബില്ലിൽ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയുന്നത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറയുക, അങ്ങനെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞൊരു ബില്ല് കൊണ്ടുവരിക, ആ ബില്ലവിടെ എങ്ങും എത്താതിരിക്കുക, അവസാനം ഒരു നിയമം പുതുതായിട്ട് കൊണ്ടിരുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് മുഴുവൻ ശമ്പളം സർക്കാർ കൊടുക്കും. അങ്ങനെയാണ് സർക്കാർ കൊടുത്തത്. ലോകത്തിൽ ഒരു സ്ഥലത്തും ഇല്ലപ്പാ. എയ്ഡഡ് എന്ന് പറഞ്ഞ സംവിധാനം കൊണ്ടിരുന്നത് മുണ്ടശ്ശേരി മാഷാണ്. അത് കൊണ്ടുവന്ന് ക്രൈസ്തവ സഭയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് പേരിലാണ്. ഇവരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. കേരളത്തിലെ മിക്കവാറും അച്ഛന്മാരൊക്കെ അതിനോട് അധ്യാപകരായി. ആ അധ്യാപകരുടെ വിദ്യാഭ്യാസം മനസ്സിലാക്കേണ്ടതാണ്. അവരൊക്കെ വിദ്യാഭ്യാസം വിമോചന ശാസ്ത്രത്തിലാണ് ഡോക്ടറേറ്റ് ഉള്ളത്. ഇവിടുത്തെ അച്ഛന്മാരൊന്നൊരു വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പുറത്തു കൊണ്ടുവരട്ടെ. പള്ളിയിലെ അച്ഛന്മാരുടെ, അമ്മമാരുടെ, കന്യാസ്ത്രീകളായിട്ട് പള്ളി ഇവിടെ വിദ്യാലയങ്ങൾ ഭരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെയൊക്കെ ഡോക്ടറേറ്റ് ഉള്ളത് ഏതിനകത്താണെന്നുള്ളൊരു പഠനം നടത്തേണ്ട ആവശ്യമാണ്. അവരുടെയൊക്കെ ഡോക്ടറേറ്റ് ഉള്ളത് വിമോചന ദൈവശാസ്ത്രത്തിലും അവിടെ വത്തിക്കാനിലെ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ഡോക്ടറേറ്റിനകത്തൊക്കെയാണുള്ളത്. അവരൊക്കെയാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. അവർ പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്താണ് വിദ്യാഭ്യാസ രംഗം വളരെ പിന്നാക്കം പോയത്. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൻ്റെ സ്ഥാനം 23-ാമത്തെ സ്ഥാനമാണ്. അല്ല, അപ്പോൾ സ്വാഭാവികമായും ആളുകൾക്കൊരു സംശയം ഉണ്ടാവും. 57 ഈ പറയുന്ന പോലെ EMSൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം കേരളത്തിലാകമാനം സ്കൂളുകൾ നിർമ്മിച്ചു, വ്യാപകമായി വിദ്യാർത്ഥികൾക്ക് എല്ലാ സംവിധാനവും ഒരുക്കി കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ഉള്ളത്. അപ്പോൾ അതിനു മുമ്പും ഇവിടെ എന്തുണ്ടായിരുന്നു? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണോ യാഥാർത്ഥ്യം? അതാണല്ലോ യാഥാർത്ഥ്യം. ഇപ്പം നിങ്ങൾ ഉദാഹരണം എടുക്കുക, ലൈബ്രറി എടുക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ലൈബ്രറി എന്നാണ് തുടങ്ങുന്നത്? അത് 1825 ട്രാവങ്കൂർ ലൈബ്രറിയാണ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രന്ഥശാല സംഘത്തിന് ഗ്രാൻഡ് ആദ്യം ആരാ കൊടുത്തത്? 1945 സർ CP രാമസ്വാമി അയ്യരാണ് 250 രൂപ ഗ്രാൻഡ് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. 46 ആദ്യമായിട്ട് ലൈബ്രറികൾക്ക് ഗ്രാൻഡ് കൊടുക്കുകയും ചെയ്യുന്നത് സർ CP രാമസ്വാമി അയ്യരാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ സംഭാവന വളരെ വലുതാണ്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. ഇതൊക്കെ മാറിയിട്ട് പിന്നെ പിൽക്കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നത് ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ തുടങ്ങിയിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ സ്ഥലം സൗജന്യം കൊടുക്കുന്ന രാജാവാണ്. ഉദാഹരണത്തിന് എറണാകുളത്ത് പ്രമുഖമായിരിക്കുന്നൊരു കോളേജ്, ഞാൻ പേര് പറയുന്നില്ല, ആ കോളേജിന് 27 ഏക്കർ സ്ഥലമുണ്ട്. 23 ഏക്കർ സ്ഥലം കൊച്ചി രാജാവ് കൊടുക്കുന്നു, 4 ഏക്കർ സ്ഥലം കായൽ നികത്തിയെടുക്കുന്നു. അങ്ങനെ 27 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു വലിയൊരു പാരമ്പര്യം നമ്മളെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഈ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു പങ്കുണ്ടായില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രധാനമായിട്ടുള്ള പങ്കുള്ളത് സമരങ്ങൾ സംഘടിപ്പിക്കുക. ഈ സമരങ്ങളൊക്കെ ഒത്തുതീർപ്പ് സമരങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരേ മനസ്സ് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJP-കാരനുണ്ടെന്ന് ഞാൻ പറയാം. കാരണം
പഴയ കാലത്ത് മഹാത്മാഗാന്ധി സമരം നടന്ന സമയത്ത് വിജയിപ്പിച്ചിട്ട് അടങ്ങാറുള്ളൂ. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഒരു സമരം പ്രഖ്യാപിക്കും, ആ സമരം നടത്തും, അവിടെ ഒരു പോലീസിൻ്റെ ഒരു ബാരിക്കേഡ് ഉണ്ടാവും, അത് പിടിച്ച് 4 കുലുക്കും, പോലീസ് അവിടെ നിന്ന് വെള്ളം ചീറ്റിക്കും. ആ വെള്ളം ചീറ്റിക്കുന്ന സമയത്ത് ഇവൻ്റെ മുണ്ടും ഷർട്ടൊക്കെ നനയും, അവൻ തിരിഞ്ഞ് നിൽക്കും, അവിടെ ഇവൻ്റെ കാലിൻ്റെ മുട്ടുകാലെങ്ങാൻ ഒന്ന് പൊട്ടും, അല്ലെങ്കിൽ ഇവൻ്റെ ഷർട്ട് ഇവൻ സ്വയം വലിച്ചു കയറും, അത് വെച്ച് ഇവൻ പടം എടുക്കും, ചാനലുകാർ പടം എടുക്കും, ഇതിനെക്കുറിച്ച് ചർച്ച നടത്തും. കേരളത്തിൽ അതല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിന് പേര് പറഞ്ഞാൽ മതി. സകല രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും നേതാക്കന്മാർ ഈ തരത്തിൽ ഉഡായിപ്പ് സമരത്തിന് നേതാക്കന്മാരാണ്. ഇതാണ് കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സിൻ്റെ സവിശേഷത. അതാണ്. അവിടെ ഒരു പുരോഗമനമില്ല, ഒരു ജനഹിതമില്ല, ഒരു ജനതാല്പര്യമില്ല, ഒന്നുമില്ല, സ്വന്തം താല്പര്യങ്ങൾ. ഷോ സമരങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ. അപ്പോൾ ഇതിന് ഒരു കാരണവശാലും ഇടതുപക്ഷം എന്ന് കേരളത്തിൽ പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, ജനവിരുദ്ധമായിട്ടുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിനകത്ത് രാഷ്ട്രീയമില്ല എന്നുള്ളവർ ഞാൻ സമ്മതിക്കാം, എനിക്ക് സംശയം കരുതില്ല. കേരളത്തിലെ എല്ലാ പാർട്ടികളും ഒരേ നയത്തിൽ തന്നെയാണ്. അപ്പോൾ അത് കേരളത്തിന് ഭൂഷണമാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട വശം. തീർച്ചയായും.